മാതൃത്വം കരുതലിന്റെ കരങ്ങളിൽ. ഇനി പുഞ്ചിരിയോടെ വരവേൽക്കാം ആ വലിയ സന്തോഷം. നിംസ് ഹോസ്പിറ്റൽ, വണ്ടൂർ, മലപ്പുറം. നിലമ്പൂർ ബൈപ്പാസിന് ഭൂമി നൽകിയ കുടുംബങ്ങളും നിലമ്പൂർ പൊതുമരാമത്ത് എയും ജീവനക്കാരും തമ്മിൽ വാഗ്വാദം. ബൈപ്പാസിന് ഭൂമി വിട്ടു നൽകിയവർക്ക് നഷ്ടപരിഹാരം നൽകുവാനുള്ള സർവേ വൈകുന്നതിലുള്ള പ്രതിഷേധം അറിയിക്കാൻ എത്തിയപ്പോഴായിരുന്നു വാക്കുതർക്കമുണ്ടായത്. എ മോശമായി സംസാരിച്ചു എന്ന് പ്രതിഷേധക്കാർ പറയുന്നു. ഇത് ഞങ്ങളെ പണിയിൽ പെട്ടതല്ല കേട്ടോ. ഇത് PWDക്ക് ബിൽഡിംഗ് വിഭാഗം എന്ന വിഭാഗം ഉണ്ട്. ഓല ചെയ്യണം. ഞങ്ങൾ മടക്കി കൊടുത്തോളാം. എന്നാ പിന്നെ മലപ്പുറത്ത് കൊണ്ടിരി. നിലമ്പൂർ ബൈപ്പാസിന് ഭൂമി വിട്ടു നൽകിയ കുടുംബങ്ങളാണ് സർവേ പൂർത്തീകരിച്ച നഷ്ടപരിഹാര വിതരണത്തിന്റെ നടപടികൾ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് നിലമ്പൂർ പൊതുമരാമത്ത് ഓഫീസിലെത്തിയത്. PV അൻവറിന്റെ നേതൃത്വത്തിൽ മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രി, ധനമന്ത്രി എന്നിവരെ കണ്ട് സ്ഥലമുടമകൾ നടത്തിയ ചർച്ചയെ തുടർന്നാണ് പുതിയ സർവേ തുടങ്ങിയത്. എന്നാൽ ആവശ്യത്തിന് ജീവനക്കാരില്ലെന്ന കാര്യം പറഞ്ഞ് സർവേ നടപടികൾ നീട്ടിക്കൊണ്ടുപോവുകയാണ്. ആവശ്യത്തിന് ജീവനക്കാരില്ലെന്നും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ മാത്രമേ സർവേ നടക്കുമെന്നും AE വെല്ലുവിളിക്കുകയായിരുന്നുവെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. AEയുടെ നിലപാട് ഉയർന്നതോടെ ബൈപ്പാസ് തിരകൾ ചോദ്യം ചെയ്തു. ഇത് ഓഫീസിനുള്ളിൽ നേരിയ വാക്കേറ്റങ്ങൾക്കിടയാക്കി. സർവേ പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രിയും കളക്ടറും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് പറയാനും AE ആവശ്യപ്പെട്ടെന്നും ഇത് തങ്ങളുടെ ഡ്യൂട്ടിയല്ലെന്നും ഇനി സർവേ നടത്തില്ലെന്നും AE പറഞ്ഞതായും പ്രതിഷേധക്കാർ വ്യക്തമാക്കി. AE തങ്ങളോട് അപമര്യാദയായി പെരുമാറിയെന്നും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുമെന്നും ഇവർ പറഞ്ഞു. PV അൻവറിനൊപ്പം മുഖ്യമന്ത്രിയെ കണ്ടതിന്റെ പേരിൽ AE നടപടികൾ വൈകിക്കുകയാണെന്നും സ്ഥലമുടമകൾ ആരോപിച്ചു. 30 വർഷം മുൻപേ വിട്ടു നൽകിയവരാണ് ഇന്ന് ദുരിതം പേറുന്നത്. സ്വന്തം ഭൂമി വിൽക്കാനോ വായ്പ എടുക്കാനോ കഴിയില്ല. ഇതേ തുടർന്നാണ് സർവേ പൂർത്തീകരിച്ച് നഷ്ടപരിഹാരം ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ട് ബൈപ്പാസറുകൾ പ്രതിഷേധം ശക്തമാക്കിയത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.